ഊട്ടിയിൽ സ്റ്റേ ചെയ്തത് ആകെ ഒരു ദിവസം കേട്ടോ. പക്ഷേ ഒരു 3-4 ദിവസത്തെ വീഡിയോസിനുള്ള കണ്ടന്റ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തന്നെ ഒരുപാട് മൊമെന്റ്സ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടോ വീഡിയോയിൽ കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. ഊട്ടിയിൽ റെസ്റ്റോറൻ്റ് ഒക്കെ ഒരുപാടുണ്ട്, പക്ഷേ ഒന്നിലും പാർക്കിംഗ് കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കൊരു സൂപ്പർ സ്പോട്ട് കിട്ടി. കറക്റ്റ് ലൊക്കേഷൻ പറയാനൊന്നും അറിയില്ല. ഫുഡ് സൂപ്പർ ആയിരുന്നു, ഹോം മെയ്ഡ് ആയിരുന്നു. ഒരു നോൺ വെജ് താലിയാണ് കേട്ടോ ഇത്. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ മട്ടൻ്റെ കറി, ഫിഷിൻ്റെ കറി, ബോയിൽഡ് എഗ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ, പായസം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വയറും മനസ്സൊക്കെ നിറച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ കൂനൂർ പോയിട്ടോ. ടോയ് ട്രെയിൻ കയറാന്ന് വെച്ചിട്ട് അവിടെ എത്തിയപ്പോൾ ട്രെയിനൊക്കെ ഫുള്ളാണ്, ടിക്കറ്റ് ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ കിട്ടും. അങ്ങനെ വെയിറ്റ് ചെയ്ത് കയറാനുള്ളൊരു മൂഡൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. വെയിറ്റ് ചെയ്യാൻ പഠിച്ച വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ ഗ്രാമഭംഗി എന്നെ കണ്ട് തീർന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും വേറൊരു ഉള്ളോട്ടുള്ള റോഡ് കണ്ടുപിടിച്ച് പോയി. അപ്പോക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. വെയിലൊക്കെ പോയി ചെറുതായിട്ട് കോടയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ. ദൂവൊക്കെ വരെ ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റ് ഫുൾ എൻജോയ് മൂഡിലാണ് കേട്ടോ. ഇവൾ ഈ ചാണകത്തിൽ PhD എടുക്കേണ്ടത് തോന്നുന്നുണ്ട്. എവിടെ ചാണകം കണ്ടാലും അത് കുറച്ചു നേരം നോക്കി നിൽക്കും കേട്ടോ. ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ നാട്ടിലോളം അതങ്ങനെ കണ്ടിട്ടില്ല. ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ തന്നെ പോകട്ടോ. പക്ഷെ ഞങ്ങളിങ്ങനെ നടന്ന് കാണാനുള്ളൊരു മൂഡ് കൊണ്ട് ഇറങ്ങി നടന്നതാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ പല ടൈപ്പ് കൃഷിയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ക്യാരറ്റൊക്കെ അവർ തന്നിട്ടുണ്ടായിന്, അവർ പറിച്ചേന്ന്. ഈ ഒരു സൈഡിൽ ഫുള്ള് ബീട്രൂട്ടിൻ്റെ കൃഷിയാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ ലോക്കൽ സപ്പോർട്ട്, ഇവരിവിടെ കൃഷി ചെയ്യുന്ന ചേച്ചിമാരാണ്. ഇവർ നമ്മളോട് ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അവരെ വീട്ടിലേക്ക് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ കൃഷി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മുടെ നാട്ടിൽ എത്ര ക്യാരറ്റിന് റേറ്റ്, എത്ര രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് കയറ്റി പോകുന്നതൊക്കെ കിട്ടുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. അവർക്കൊരു മുതലാളി ഉണ്ട് കേട്ടോ. രാവിലെ 9 മണിയാകുമ്പോൾ ആ ഒരു മുതലാളി ഇവരെ ഈ സൈറ്റിലോട്ട് കൊണ്ടുവിടും വണ്ടിയിൽ. എന്നിട്ട് വൈകുന്നേരം ആളെന്നെ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ ഏകദേശം ഇവിടുത്തെ പോലെയൊക്കെ തന്നെയാണ് ജോലി കാര്യങ്ങൾ. അപ്പോൾ ഊട്ടി സ്റ്റോറീസ് ഈ വീഡിയോയിലും തീർന്നിട്ടില്ല. ബാക്കി സ്റ്റോറീസും സ്റ്റേ ട്യൂൺഡ്.